നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്? ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്? ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് വാൺസ്, 10 ഓഫ് വാൺസ്, സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 7 ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് വാൺസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ക്വീൻ ഓഫ് സോർഡ്സ്, Seven of Swords, Page of Cups, 4 of Swords, Strength എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ബിസിനസ്സിലോ ജോലിയിലോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലോ ഒക്കെ വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അതായത് ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ ഒരു പുരോഗതി ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ചിട്ട് അതിൻ്റെ ഒരു നല്ല ഫലത്തിന് വേണ്ടി ക്ഷമയോടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കാത്തിരിക്കുകയാവാം. അപ്പോൾ നിങ്ങൾ ചെയ്ത അധ്വാനങ്ങൾ ഒന്നും വെറുതെ ആവില്ല എന്ന ഒരു ഉറപ്പ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇനിയും കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക. വൈകാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളോട് വളരെയധികം പോരാടി ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത്. ഒരു പ്രശ്നത്തെ പരിഹരിച്ച് ഒന്ന് നിവർന്നു നിൽക്കുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ഓരോരോ പ്രശ്നങ്ങളെയും പരിഹരിച്ചും പ്രതിരോധിച്ചും നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ തളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്ന് തോന്നുന്ന തരത്തിൽ മനസ്സ് മടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ കടന്നു വന്ന വഴികൾ കഠിനമായിരുന്നു. എങ്കിലും അവയിലൂടെയൊക്കെ കൂടുതൽ ശക്തരായി മാറാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് വാൺസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 10 ഓഫ് വാൺസിൻ്റെ എനർജിയും വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു എനർജിയാണെന്നുള്ളതാണ് വീണ്ടും കാണുന്നത്. അതായത് ഒരുപാട് പ്രശ്നങ്ങളോട് പൊരുതി അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ജോലിയുമൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഭാരം വെച്ച് നടക്കുന്നത് പോലെ കടുത്ത സമ്മർദ്ദത്തിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയോ കൂടെയുള്ളവരെയോ ഒക്കെ സഹായിക്കണമെന്ന മനസ്സോടെ അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയോടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ ജോലികൾ കൂടി നിങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലതാണെങ്കിലും സ്വന്തം ആരോഗ്യവും സമാധാനവും ഒക്കെ കളഞ്ഞുകൊണ്ട് എല്ലാ ഭാരവും ഒറ്റയ്ക്ക് നിങ്ങൾ ചുമലിൽ ഏൽക്കേണ്ടതില്ല എന്നും നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പകുത്ത് നൽകുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇതൊരിക്കലും നിങ്ങളുടെ തോൽവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാനം ഇല്ലാതാക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ഊർജത്തെ വീണ്ടെടുക്കാനും നിങ്ങളുടെ മാനസിക സമാധാനത്തെ വീണ്ടെടുക്കാനുമൊക്കെ അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അമിത ഉത്തരവാദിത്തങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് കൂടി
പകുത്ത് നൽകാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ സൺ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ആ ഒരു ഇരുട്ടിലേക്ക് സൂര്യൻ ഉദിക്കാനായിട്ട് പോവുകയാണ്. ഇരുണ്ട രാത്രിക്ക് ശേഷം വെളിച്ചം വരുന്നത് പോലെ ഇതുവരെ നിങ്ങൾ നേരിട്ട എല്ലാ ദുരിതങ്ങൾക്കും ഒടുവിൽ മനസ്സിന് വലിയൊരു സമാധാനവും സന്തോഷവും നൽകുന്ന പുതിയൊരു ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തോറ്റുപോയി എന്ന് കരുതിയിടത്തു നിന്ന് വലിയൊരു വിജയവും അംഗീകാരവും ഒക്കെ ഇനി നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളിലെ തളർച്ചകളെല്ലാം മാറി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയുമൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ ഇവിടെ 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പലരുടെയും ചുറ്റിലും ഒരുപാട് എതിർപ്പുകളും അസൂയക്കാരുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്തോ കുടുംബത്തിലോ ഒക്കെ പലരും നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഭാഗം ന്യായമാണെങ്കിൽ ആരെയും പേടിക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണമെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ പറയണമെന്നോ ഒക്കെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ആലോചിക്കാതെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കണം എന്ന ഒരു ആവേശവും താല്പര്യവുമൊക്കെ ആയിരിക്കാം നിങ്ങളിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളിലെ ആ ഒരു വേഗത നല്ലതാണ്, ആ ഒരു ആവേശം നല്ലതാണ്. പക്ഷേ ഏത് കാര്യത്തിനും ചാടി ഇറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഒരു നിമിഷം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ തെറ്റുകൾ സംഭവിക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യം നിറഞ്ഞതാണ്. സൺ ഗാർഡിൻ്റെ എനർജിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ആ ഒരു കാലം, ആ ഒരു ഇരുട്ട് അവസാനിച്ച് നല്ലൊരു മാറ്റത്തിൻ്റെ വെളിച്ചമാണ് ഇനി വന്ന് ചേരാനായിട്ട് പോകുന്നത്. ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വിജയം ഉറപ്പാണ്. കൂടാതെ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ വികാരങ്ങളെ നോക്കാതെ ഏത് കാര്യത്തിനും ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന കൈപ്പേറിയ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇത്രയും ഗൗരവമുള്ള ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയത്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കള്ളങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. സത്യസന്ധമായിട്ട് സംസാരിക്കാനും ആവശ്യമില്ലാത്ത ഒന്നിനെയും ജീവിതത്തിൽ പിടിച്ച് വയ്ക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ 7 ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സമയം പ്രപഞ്ചം നിങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളെ ചതിക്കാനോ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഫലം തട്ടിയെടുക്കാനോ ഒക്കെ ശ്രമിച്ചേക്കാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഈ സമയം നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് നല്ല സന്തോഷം നൽകുന്ന വാർത്തകളോ സന്ദേശങ്ങളോ ഒക്കെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പലർക്കും ഒരു പ്രണയം ഉണ്ടാവുന്നതാവാം. അപ്പോൾ തുറന്ന മനസ്സോടെ നിങ്ങളിലേക്ക് വരുന്ന സന്തോഷത്തെയും സ്നേഹത്തെയും അവസരങ്ങളെയും ഒക്കെ നിങ്ങൾ സ്വീകരിക്കുക. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേർന്ന പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെയും സമാധാനത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ വീണ്ടെടുക്കാനായിട്ട് ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അതിലൂടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഏതൊരു വലിയ പ്രശ്നം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ ക്ഷമയും ശാന്തതയും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തെയോ അല്ലെങ്കിൽ പ്രതിസന്ധിയെയോ ഒക്കെ ഒരു ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ ഒരു ബഹളത്തോടെയൊക്കെ നിങ്ങൾ സമീപിക്കാതെ അവിടെ ക്ഷമയും ശാന്തതയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ശാന്തത കൊണ്ടാണ് വിജയിക്കേണ്ടത് എന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.